തങ്കച്ചേട്ടത്തി ഒന്ന് വരുമോ? എന്നാ ആടിനെ മേടിച്ചാലോ? ആടിനെ മേടിച്ചാലോ? 2 കോഴി ഉണ്ട്, അതിനൊക്കെ കീരി പിടിച്ചിട്ട് പോയി. അതിനെ നോക്കാൻ പറ്റില്ല, പിന്നെയാണ് ഇനി ആട്. ആടിനെ അയ്യത്ത് മേയ്ക്കുന്ന കാര്യമല്ല പറഞ്ഞേ. പിന്നെ ആട് മട്ടൻ മേടിച്ചാലോ കറി വെക്കാൻ? മേടിച്ചാലോ? എന്നാ മേടിക്കാടാ. പൈസ ഉണ്ടോ? പൈസ ഉണ്ടെങ്കിൽ മേടിക്കാം. 750 രൂപ. 750 രൂപ? പോത്തിന് 350 രൂപയേ ഉള്ളൂ. പിന്നെ ആടിന് മാത്രം എന്താ 750? കൊച്ചുനാൾ മുതലേ എൻ്റെ ഉള്ള സംശയമാണ്. ഇതുവരെ മാറിയില്ലേ? ഇല്ല, 2 മാംസമാണ്, 2 കഴിക്കാൻ. ഒന്നിന് 350, ഒന്ന് 750. എന്താണ് വ്യത്യാസം? എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ കഴിക്കുമ്പോൾ വ്യത്യാസം ഇല്ലെങ്കിലും കാണുമ്പോൾ വ്യത്യാസം ഉണ്ടല്ലോ. പക്ഷെ എനിക്ക് കഴിക്കുമ്പോഴും കാണുമ്പോഴും വ്യത്യാസം തോന്നിയിട്ടില്ല. ആണോ? ആടിനെ പോലെ തന്നെ നിനക്ക് പശു ഇരിക്കുന്നത് ആണോ? ആടിന് അപ്പൊ നിന്റെ കണ്ണ് അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും കൊണ്ടൊന്ന് കാണിക്കേ. ഞങ്ങൾക്ക് പശു പോത്തിനെ പോത്തായിട്ടും ആടിനെ ആടുമായിട്ടാ തോന്നുന്നത്. അല്ലാതെ ജീവനോടെ കാണുമ്പോ 2 വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞ ഇറച്ചിയായിട്ട് കാണുമ്പോൾ വലിയ വ്യത്യാസമില്ല. കുഴപ്പമില്ല. എന്നാലും നമുക്ക് മേടിച്ചാലോ? മേടിച്ചോ, പൈസ ഉണ്ടെങ്കിൽ മേടിക്കുന്നേ. പൈസയുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇപ്പൊ അല്ല, ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. നിനക്കിപ്പോ ഈ കഴിച്ചാലും കണ്ടാലും ഒക്കെ പോത്തും ആടും ഒരുപോലെ ആണെങ്കിൽ പിന്നെ പോത്ത് മേടിച്ചാ പോരെ? 350 രൂപയല്ലേ ആവണുള്ളൂ. അതല്ലേ വ്യത്യാസം. ഇപ്പൊ കൂടിയ വാച്ച് കിട്ടിയാലും കുറഞ്ഞ വാച്ച് കിട്ടിയാലും അതിന്റെ ഇതെന്ന് പറയുന്നത് സമയം നോക്കാന്നുണ്ടേ. പക്ഷെ കൂടിയ വാച്ച് കൈ കിടക്കുമ്പോൾ ഒരു കമാലിറ്റി അല്ലേ? അതേപോലെ മട്ടൻ കഴിച്ചിട്ട് രേമ്പൊക്കെ പോട്ട് റോഡെ പോകുമ്പോൾ ഒരാൾ വിൽക്കുന്നത് എന്ത് കഴിച്ചു എന്ന് പറയുമ്പോൾ മട്ടനും കൂട്ടി ഒരു പിടി പിടിച്ചെന്ന് പറയുമ്പോൾ പോത്ത് കഴിച്ചിട്ട് മട്ടൻ കൂട്ടി ഒരു പിടി പിടിച്ചെന്നങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. ആരും നിന്റെ വയറ് കീറി നോക്കാനൊന്നും വരുന്നില്ലല്ലോ. എന്ത് ആഗ്രഹത്തിന് അങ്ങ് പറഞ്ഞില്ലാതാക്കി. ആഗ്രഹമൊക്കെ ഭയങ്കര ആഗ്രഹമാണ്, മെനക്കിടാൻ പറ്റൂല. ചിട്ടി പൈസ ഒന്ന് വായ്പ. ചിട്ടി പൈസ ഒന്നുമില്ല, വായ്പ തരാനും ഇല്ല. 1 രൂപ പോലും ഇല്ല. നിങ്ങൾ കോളറിന് പിടിച്ച് എന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത ദിവസങ്ങളുണ്ട്. എടാ, അത് നീ എന്റെ കടം മേടിച്ച പൈസയല്ലേ ഞാൻ നിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തത്? കണക്ക് പ്രകാരം 14 രൂപ ഇങ്ങോട്ട് വരാണ്ട് പപ്പടം മേടിച്ചാണ് ബാക്കി കൊടുത്തത്. ആണോ? അത് ഞാൻ നിന്റെ കടക്കാരിയായിട്ടിരിക്കട്ടെ. ചേട്ടൻ ഇപ്പൊ ഇത് മേടിക്കണം, ആട് വാങ്ങിക്ക്. പൈസ ഇല്ല. പൈസ ഇല്ല? ആണോ? വായ്പ ഇരിപ്പുണ്ടോ? ഡാൻസിന്റെ പീസ് വല്ലോ ഉണ്ട്, പക്ഷെ തരത്തില്ല. എന്താടി തമ്പിയണ്ണൻ അവിടെ വന്ന് നിൽക്കണത്? എന്തിനാ വന്നതെന്നൊന്നും അറിയത്തില്ല. പൈസക്കായിരിക്കോട്ടെ. അസുൽ ചേച്ചി പറഞ്ഞ നാട് നീളം നടന്ന് പൈസ മേടിക്കുന്നുണ്ട്, കൊടുക്കരുതെന്ന്. ആണോ? പൈസ എന്നോട് ചോദിച്ചാന്നൊന്നും എനിക്കറിയത്തില്ല. രാവിലെ വന്ന് ദോശയും ചിക്കൻ കറിയും കഴിച്ചിട്ട് പോയി. ആ വരവില്ല. അത് കൊള്ളാം. ചേച്ചി വന്നപ്പോ ഞാൻ ചിക്കൻ കറി ചൂടാക്കിക്കൊണ്ടിരിക്കലായിരുന്നു. ഞാൻ ദോശയായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഏട്ടനും പുള്ളി ആകെ 2 കഷ്ണല്ലേ ഉണ്ടായിരുന്നത്. അവിടെ ഏട്ടൻ വിളിച്ചു കൊടുത്തു. എന്നിട്ട് അതിന്റെ ഇടയ്ക്ക് ഏട്ടൻ പറയുകയാണെ ആ ചിക്കൻ കറി ഞാനാ വെച്ചേന്ന്. അന്ന് ഞാനങ്ങ് ചമ്മിപ്പോയി. പുള്ളിക്കാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കഴിച്ചിട്ട് പോയി. ചുളിവില് ഗോളടിച്ചല്ല. പിന്നെ ഞാൻ നന്നായിട്ട് വെക്കുമല്ലോ. പിന്നെ എന്തിനാ ചുളിവിൽ ഗോളടിക്കുന്നു? വെച്ചിട്ട് ഒരു വാക്കി കൂടെ പുറപ്പിനടുത്ത് പറഞ്ഞല്ലോ ഇല്ലിപ്പന്നെ. എന്ത് വെച്ചിട്ട്? ചിക്കൻ കറി വെച്ചിട്ട്. ആര് വെച്ച്? പിന്നെ എന്താ ഭാരത്തൊന്ന് പൊട്ടി വീണോ? ഏട്ടൻ ഇന്നലെ വാങ്ങിച്ചോണ്ട് വന്നതാണ്. വാങ്ങിച്ചോണ്ട് വന്നത് ഞാൻ കഴിക്കുമല്ലോ. ആകെ 1 കഷ്ണമാണ് ഉണ്ടായിരുന്നത്. പൊന്നെ ഒരുപാട് മാറിപ്പോയി കേട്ടോ. വരും കഴിച്ചില്ല എന്റെ അച്ചാച്ച. ഇതൊന്ന് നോക്കിയേ. മട്ടൻ കറി കഴിക്കും, മനസ്സ് കൊതിക്കുകയും ചെയ്തല്ലോ. അടിപൊളിയായിട്ടുണ്ടല്ലോ. ഒരു പാത്രം എടുത്ത് വെച്ചിരിക്കൊണ്ടു വന്നേ.